കുഫോസ് ഗവേഷകർ വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ കണ്ടെത്തിയ കണ്ണും തലയോട്ടിയുമില്ലാത്ത പുതിയ ഭൂഗർഭജല മത്സ്യത്തിൻ്റെ പേരാണ് ഗിജക് നാക്കാന. മേഘാലയയിലെ ഖാസി മലനിരകളിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത്. ഗിജക് എന്നാൽ ഗാരോ ഭാഷയിൽ ചുവപ്പെന്നും നാക്കാന എന്നാൽ കാഴ്ചയില്ലാത്ത മീൻ എന്നാണ് അത് അർത്ഥം. പരമാവധി 2 സെൻറ്റിമീറ്റർ മാത്രമാണ് ഇതിൻ്റെ നീളം. മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന KP ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. 1971 മുതൽ 96 വരെ തുടർച്ചയായി 6 തവണ വടകരയിൽ നിന്ന് അദ്ദേഹം ലോക്സഭയിലെത്തി. VP സിംഗ് മന്ത്രിസഭയിൽ ഉപരിതല ഗതാഗതം, വാർത്താവിനിമയം, ഷിപ്പിംഗ് എന്നീ വകുപ്പുകളുടെ ചുമതല വഹിച്ചിരുന്നു. കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ നേരത്തെ കണ്ടെത്തി പരിഹരിക്കാൻ കൊല്ലം ജില്ലയിൽ നടപ്പിലാക്കുന്ന ആയുഷ് മിഷൻ പദ്ധതിയാണ് ദൃഷ്ടി പദ്ധതി. ഭാരതീയ ചികിത്സാ വകുപ്പും ആയുഷ് മിഷനും സംയുക്തമായാണ് ഇത് നടപ്പിലാക്കുന്നത്. 2024 ഓഗസ്റ്റിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇന്ത്യൻ നാവികസേനയ്ക്ക് റഷ്യയിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ച മിസൈലാണ് ഷീൽ മിസൈൽ. കരയിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കാവുന്നതാണ് ഈ മിസൈലുകൾ. ശബ്ദത്തേക്കാൾ 2.5 ഇരട്ടി വേഗതയുള്ള ഇവ ഹെലികോപ്റ്ററുകൾ, മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവയെ തകർക്കാൻ ശേഷിയുള്ളവയാണ്. 2182 കോടി രൂപയ്ക്കാണ് റഷ്യൻ കമ്പനിയായ JSC റോസോബൊറോണെക്സ് പോർട്ടുമായി കരാറ് ഒപ്പിട്ടത്. ഇന്ത്യൻ നാവികസേനയ്ക്കായി റഷ്യയിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ച മിസൈലാണ് ഷീൽ മിസൈൽ. ദൃഷ്ടി പദ്ധതി എന്താണ്? കുട്ടികളിലെ കാഴ്ചാ വൈകല്യങ്ങൾ നേരത്തെ കണ്ടെത്തി പരിഹരിക്കാൻ കൊല്ലം ജില്ലയിൽ നടപ്പിലാക്കുന്ന ആയുഷ് മിഷൻ്റെ പദ്ധതിയാണ് ദൃഷ്ടി പദ്ധതി. മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന KP ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. ഗിജക് നാക്കാന എന്താണ്? കുഫോസ് ഗവേഷകർ വടക്കിഴക്കൻ ഇന്ത്യയിൽ നിന്ന് കണ്ടെത്തിയ കണ്ണും തലയോട്ടിയുമില്ലാത്ത പുതിയ ഭൂഗർഭജല മത്സ്യത്തിൻ്റെ പേരാണ് ഗിജക് നാക്കാന. യൂട്യൂബിൽ 3 കോടി സബ്സ്ക്രൈബേഴ്സ് തികയ്ക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ജനനേതാവാണ് നരേന്ദ്ര മോദി. യൂട്യൂബ് വരിക്കാരുടെ എണ്ണത്തിൽ ലോക നേതാക്കളിൽ 1-ാം സ്ഥാനത്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2-ാം സ്ഥാനത്ത് ബ്രസീലിൻ്റെ മുൻ പ്രസിഡന്റ് ജെയർ ബോൾസോനാരോ ആണ്. ഇൻസ്റ്റഗ്രാമിൽ 10 കോടി ഫോളോവേഴ്സിന് ലഭിക്കുന്ന ലോകത്തെ ആദ്യ ലോക നേതാവും നരേന്ദ്രമോദിയാണ്. 2026 ഫിഫ ലോകകപ്പിനായി അഡിഡാസ് പുറത്തിറക്കിയ ഔദ്യോഗിക പന്തിൻ്റെ പേരാണ് ട്രയോണ്ട. സ്പാനിഷ് ഭാഷയിൽ 3 തിരമാലകൾ എന്നാണ് ട്രയോണ്ട വാക്കിൻ്റെ അർത്ഥം. 2026 ഫിഫ ലോകകപ്പിനായി അഡിഡാസ് പുറത്തിറക്കിയ ഔദ്യോഗിക പന്തിൻ്റെ പേരാണ് ട്രയോണ്ട. ഇത് സ്പാനിഷ് ഭാഷയിൽ 3 തിരമാലകൾ എന്നാണ് അർത്ഥം. 3 രാജ്യങ്ങൾ ചേർന്നാണ് 2026 ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഏതൊക്കെയാണ്? കാനഡ, മെക്സിക്കോ, USA. ഈ പന്തിന് വെറും 4 പാനലുകൾ മാത്രമേ ഉള്ളൂ. ലോകകപ്പ്